ാണ് ശ്രീ ഫക്രുദ്ദീൻ അലി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി ബലപ്പെട്ടിരിക്കുകയാണ്. ബി.ജെ.പിക്ക് ഒന്നിലധികം സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. അത് 4 കടന്ന് 5 കടന്ന് 10ലേക്കൊക്കെ ചില നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നിയമത്തിനപ്പുറത്തേക്ക് ഒരു വളർച്ച താങ്കൾ കാണുന്നുണ്ടോ? നിയമത്ത് കാണുന്നുണ്ടോ? എനിക്ക് ഈ ഇലക്ഷൻ്റെ ഇപ്പം തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ UDF ആണ് ജയിക്കുന്നതെങ്കിൽ അത് തരംഗമായിരിക്കും. ബാക്കിയൊരു എല്ലാവരും തൂഫാനടിച്ചു പോകും. അങ്ങനെ തൂഫാനടിച്ചു പോകുന്ന ഘട്ടത്തിൽ BJP വലിയ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ LDF ആണ് ജയിക്കുന്നതെങ്കിൽ 5-10 സീറ്റിൻ്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ BJPക്ക് ഒരു മാക്സിമം 10 അല്ലെങ്കിൽ 5 വരെ സീറ്റുകളെങ്കിലും ഉറപ്പായും കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഒരു ലോജിക്കലായിട്ടുള്ള വോട്ടാണ്, ഹിസ്റ്റോറിക്കലി ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വോട്ടായിരിക്കും. ഈ പറയുന്നതിൻ്റെ മാതിരി ഒരു ആൻറ്റി LDF തരംഗം അടിച്ചിട്ടില്ലെങ്കിൽ അപ്പം അത് സ്വാഭാവികം. അതിൽ ആന്റി LDF തരംഗമാണെങ്കിൽ 0 ഓ ആന്റി LDF തരംഗമാണ് ചിലപ്പോൾ 1 സീറ്റോ 2 സീറ്റോ അല്ലെ 0 to 2 എന്ന് വേണം നമുക്ക് കരുതാം. പക്ഷേ LDF അനുകൂല തരംഗമാണെങ്കിൽ BJP നില മെച്ചപ്പെടും. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ലോജിക്കലായി വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറ്റേ വൈകാരികമായ വോട്ടാണ്. വൈകാരികമായ തള്ളി ഒരു ഭരണമാറ്റം എന്ന ആഗ്രഹത്തിൽ ചെയ്യുന്ന വോട്ടാണെങ്കിൽ അത് UDF-ലേക്കായി പണ്ടാറടങ്ങട്ടെ ചെയ്യുന്ന വോട്ടിന് ചില സമയത്ത് ആളുകൾ അങ്ങനെ വോട്ട് ചെയ്യും. ആ സമയം അങ്ങനെ വോട്ട് ചെയ്താൽ പിന്നെ നോക്കണ്ട, അവിടെ ലോജിക്കൊന്നും അപ്ലൈ ചെയ്യില്ല. അല്ലെങ്കിൽ BJPക്ക് അതിൻ്റെ ഗ്രാജുവലായിട്ടുള്ളൊരു വളർച്ച ഉണ്ടാവും. 5 വരെ സീറ്റുകൾ അവർ നേടാൻ നല്ല സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അതിലും കടന്നു പോയാലും അത്ഭുതപ്പെടാനില്ല. അതിനുള്ള സംവിധാനം അവർക്കുണ്ട്, അതിനുള്ള സ്കോപ്പ് അവർക്കുണ്ട്, വോട്ടേഴ്സും അവർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ കാണുന്നത് ഏതൊക്കെയാണ്? ഇപ്പോൾ ഈ 5 മുതൽ 10 വരെ എന്നൊക്കെ പറയുമ്പോൾ എക്സാജറേറ്റഡ് പരമാവധിയാണ്. കാരണം ഞാൻ കാണുന്നത് ഒന്ന് നിയമമാണ്, ഒന്ന് പിന്നെ മുരളീധരൻ്റെ മണ്ഡലം കഴക്കൂട്ടം, പിന്നെ കാസർഗോഡുള്ള മഞ്ചേശ്വരം മണ്ഡലം, പിന്നെ ഈ സെൻട്രൽ ട്രാവൻകൂറിൽ തൃശ്ശൂരുമായിട്ട് ഓരോ സീറ്റുകൾ. ഈ സീറ്റുകളുടെ എണ്ണം സെൻട്രൽ ട്രാവൻകൂറിലും തൃശ്ശൂരിലും ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഈ പറഞ്ഞ സാഹചര്യം മറ്റേതാണെങ്കിൽ, അതായത് LDFന് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമാണെങ്കിൽ ലോജിക്കൽ വോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആകുമ്പോൾ BJPയുടെ വോട്ട് വളരെ കൃത്യമായിട്ട് BJP അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എതിർപ്പായിട്ട് മറ്റു പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ വോട്ട് BJPക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് ഞാനിപ്പോഴും കരുതുന്നത് തൃശ്ശൂരും സെൻട്രൽ ട്രാവൻകൂറാണ്. കാരണം 2014 ഇലക്ഷനിൽ 16 ഇലക്ഷനിൽ അന്ന് അവിടെ തൃശ്ശൂർ അവർക്ക് 15% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ തൃശ്ശൂർ 15% വോട്ട് കിട്ടിയ തൃശ്ശൂർ പോപ്പുലേഷൻ നിങ്ങൾ പകുതി ഹിന്ദു കൂട്ടിക്ക് 50%. ഇത് ഹിന്ദുക്കളെ വോട്ടേ അവർ കിട്ടിയില്ല. അതാണ് ഈ 17% എന്ന് പറയുന്നത്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കുറച്ച് ക്രിസ്ത്യൻ വോട്ടെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തൃശ്ശൂർ അവിടെ സുരേഷ് ഗോപിയുടെ സാന്നിധ്യമായിരുന്നു. അന്ന് അത്രയും വോട്ടുകൾ കിട്ടിയത് 2014 അല്ല, ഞാൻ പറഞ്ഞ ഇലക്ഷനിലാണ്. കഴിഞ്ഞ ഞാൻ 2016 ഇലക്ഷനാണ്. അന്ന് BJPക്ക് ലീഡ് കിട്ടിയില്ലല്ലോ ഒരു മണ്ഡലം. അല്ല, ലീഡ് കിട്ടണ്ട. തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷനിൽ ലീഡ് കിട്ടിയിരുന്നു. അല്ല, തൃശ്ശൂർ മൊത്തം നോക്കുമ്പോൾ അവർക്ക് 16% വോട്ടെന്ന്. ഈ 16% ഹിന്ദുക്കളല്ലേ അവർ വോട്ട് ചെയ്യുള്ളൂ അന്ന സാഹചര്യത്തിൽ. ഇപ്പോഴല്ലേ ക്രിസ്ത്യാനിയൊക്കെ കുറച്ച് സ്നേഹം വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവർക്ക് അവിടെ കുറച്ചൊരു വോട്ട് ബാങ്ക് കിട്ടുന്നുള്ളൂ, സാധ്യതയാണ്. പിന്നെ സെൻട്രൽ ട്രാവൻകൂർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹിന്ദുത്വ മനസ്സ് കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ സ്ത്രീയും ക്രിസ്ത്യാനികളുണ്ട്. ഇത് രണ്ടുമാണ് സത്യത്തിൽ കേരളത്തിൽ ഭാവിയിൽ ഇവരുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. പക്ഷേ നിയമമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. നിയമത്ത് ഡബിൾ ലോക്കിട്ട് പൂട്ടുമെന്നാണ് LDFന്റെ അവകാശവാദം. അതായത് കഴിഞ്ഞ തവണ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല, അതിന് മുൻപ് തുറന്ന അക്കൗണ്ട് കഴിഞ്ഞ തവണ പൂട്ടിച്ചു. ഇത്തവണയും ആ രീതി ആയിരിക്കും, അത് കുറച്ചുകൂടി ശക്തമായിരിക്കും എന്നാണ്. പക്ഷേ താങ്കൾ പറയുന്ന പോലെ ഈ രണ്ടാമത്തെ സാധ്യതയുള്ള സമയത്താണെങ്കിൽ നിയമത്തെ BJPയുടെ സാധ്യതകൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നിയമത്തെ അവർക്ക് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ്. വാശിയോടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ അയാളാണെങ്കിൽ മനുഷ്യന് മനസ്സിലാകാത്ത കുറേ തന്ത്രങ്ങളും കൊണ്ട് നമ്മളെ അവസാനം വരെ അയാൾ ഇരുട്ടിൽ നിർത്തി തിരുവനന്തപുരം അടിച്ചെടുത്തിട്ടില്ലേ. അവസാനം ബാക്കി സ്ഥലങ്ങളൊക്കെ പോയി, പക്ഷേ തിരുവനന്തപുരം അയാൾ അടിച്ചെടുത്തു. അങ്ങനെ ഒരു തന്ത്രമാണ് അയാൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിയമത്ത് വളരെ നല്ല സാധ്യത ആ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ട്. പിന്നെ മുരളീധരനല്ല ഇപ്പോൾ മത്സരിക്കുന്നത്. മുരളീധരൻ എന്ന് വെച്ചാൽ അന്ന് മുരളീധരൻ അച്ഛനൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം ഭാഗത്ത് അതിൻ്റെ അടുത്ത താമസം ലീഡറിനോട് പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹം ശബരിനോട് കാണണമെന്നില്ല. കഴിഞ്ഞ തവണ 4000-അടുത്ത് വോട്ടുകൾക്കാണ് ശിവൻകുട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അത് വലിയൊരു LDF ശിവൻകുട്ടി എന്നുള്ളൊരു ഫാക്ടർ മാത്രമാണ് അതിൻ്റെ പ്രശ്നം. അത് ശിവൻകുട്ടി തൂണിയിൽ തുരുമ്പിലും പടച്ചോനുണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ആ രാഷ്ട്രീയം നോക്കാതെ എത്തുന്ന ഒരാളാണ്. അതാണ് ഒരു ഫാക്ടർ. ഈ ശിവൻകുട്ടിയല്ല വേറെ വല്ല സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ എഴുതി വെച്ചേക്കാമായിരുന്നു. ശിവൻകുട്ടി മാത്രമാണ് ഈ പറയുന്നതിന് അതിൽ ഒരു ഫാക്ടറായി നിൽക്കുന്നത്. പക്ഷെ അവരവിടെ രണ്ടും കൽപ്പിച്ചു. RSSും BJP യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ നല്ല സാധ്യതയാണ്. പക്ഷേ എതിർ സാധ്യത എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കാരണം അവിടെ മൈനോറിറ്റി വോട്ടുകളും നിർണായകമാകും. അപ്പോൾ BJP ജയിക്കുവാൻ എന്ന് കാണുകയാണെങ്കിൽ അവിടെ ഒരു കൺസോൾട്ടേഷൻ എല്ലാ സമയത്തും ഇപ്പം രാജേട്ടൻ മത്സരിച്ച സമയത്ത് അവിടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുസ്ലിം വോട്ട് കാരക്കമണ്ഡലം ആ സൈഡിലൊക്കെ നല്ല മുസ്ലിം വോട്ടുള്ള ഏരിയ ഫിക്സഡ് ആണത്. അതൊരിക്കലും BJPക്ക് സമീപ ഭാവിയിലൊന്നും കിട്ടാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും അതിന് നാളെ കാര്യം സംസാരിച്ച
കുറച്ച് ആളുകളൊക്കെ എന്നോട് വളരെ രാജീവിനെ പറ്റി നല്ല രീതിയിൽ സംസാരിച്ചു. എങ്കിൽ 10 വോട്ടെങ്കിലും കൂട്ടിക്കോ, അത് കൂടാനാണ് സാധ്യത. അപ്പോൾ മുമ്പ് ഈ പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ മറികടന്നുകൊണ്ടാണ് അവർ ജയിച്ചത്. കഴിഞ്ഞ തവണ ഈ മുരളി പിടിച്ച കുറേ ഹിന്ദു വോട്ടുകളാണ് പ്രശ്നമായത്. ശബരി അത്രത്തോളം വോട്ട് പിടിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്റ്റിൽ ശിവൻകുട്ടി ഈസ് എ ഫാക്ടർ. ശരി, ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിയമമാണ് നമ്മൾ സംസാരിക്കുന്നത്. നിയമം ഷുവർ സീറ്റ് എന്ന രീതിയിലാണ് ഇവിടെ തിരുവനന്തപുരത്ത് BJPയുടെ പ്രചാരണം കേട്ടോ. കാരണം അത് നിയമത്തിനപ്പുറമേ ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നുള്ളൂ. അല്ല, നിയമം ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശം ഒരു 95% ഉറപ്പാണ്. കാര്യം ഈ 5% എപ്പോഴും നമ്മളതിൻ്റെ മാർജിൻ കൊടുക്കണമല്ലോ എന്നുള്ളതല്ലാതെ, അതായത് ഏറെക്കുറെ നിയമം ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ BJP എന്തായാലും ലക്ഷ്യമിടുന്നത് BJP ഞാനൊരു റിയാലിറ്റി നിന്ന് വിലയിരുത്തുമ്പോൾ 5-നും 10-നും ഇടയ്ക്ക് സീറ്റുകളിൽ BJP വിജയിക്കാൻ കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, സാധ്യതകളുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.